കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ റാഗിംഗ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ പിതാവ് ലക്ഷ്മണ പെരുമാൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. റാഗിംഗ് നടന്ന വിവരം മുൻപ് പറഞ്ഞിരുന്നില്ല എന്നും പുറത്ത് പറയരുതെന്ന ഭീഷണിയുള്ളതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയാതിരുന്നതെന്നും പിതാവ് പറഞ്ഞു. വീട്ടിൽ നിന്നും മാസം തോറും കൊടുക്കുന്ന തുക സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകളായിട്ട് അവന് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടി പഠിക്കുകയും ചെയ്തു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും വിളിച്ചു നോക്കി പിന്നെ എന്നാണ്ട് വിശേഷമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാ മാസവും അവന് ചിലവുള്ള പൈസ അയച്ചു കൊടുക്കുകയും. അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് പിന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സംഭവം അറിഞ്ഞു ലിബിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞു ഇന്ന പോലെ 4-5 കുട്ടികളെ സീനിയർ പിള്ളേർ പിന്നെ തല്ലുകയും അവരുത്തിരിക്കുകയും എല്ലാ മാസം പൈസ പിടിച്ചിരിക്കുകയും ശരീരത്തിൽ മുറിവെടുക്കുകയും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഞങ്ങൾ സംഭവം അറിഞ്ഞു, കുട്ടികളെ പിന്നെ പരാതി കൊടുത്തു, പോലീസിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പോലീസ് അതിന് പരാതി എടുക്കും. അപ്പം ഞങ്ങൾ വരണമെന്ന് ചോദിച്ചപ്പോൾ വരണ്ട, ഞങ്ങൾ അതിൻ്റെ ഇതെടുക്കും, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലിബിനെ വിളിച്ചു, ലിബിൻ എന്നാ ഇത് അറിയാത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് പേടിയായിരുന്നു, അവർ ദിവസം ഭീഷണിയാണ്, അപ്പോൾ പൈസ എല്ലാ മാസം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ലിബിനോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു വരേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ സ്കൂളുകാർ ഇങ്ങനെ പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ പ്രിൻസിപ്പാളുണ്ട്, പിന്നെ ടീച്ചേഴ്സുണ്ട്. അവരറിയാതെ ഒരു സംഭവം നടന്നാൽ പിന്നെ നമ്മളിവിടെ കിടന്ന് നമുക്കറിയാൻ പറ്റുമോ? കുട്ടികളുടെ നഗ്നചിത്രം പകർത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും കോമ്പസ് കൊണ്ടും മറ്റും മുറിവുണ്ടാക്കി മുറിവിൽ ബോഡി ലോഷൻ തേക്കുകയുമായിരുന്നുവെന്നും വിദ്യാർത്ഥി പറഞ്ഞതായി പിതാവ് വെളിപ്പെടുത്തി. ഇവരുടെ പീഡനത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഗത്യന്തരമില്ലാതെയാണ് പരാതി നൽകിയതെന്നും വിദ്യാർത്ഥിയായ ലിബിൻ പറഞ്ഞു. തോട്ടം മേഖലയിൽ നിന്നും കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കുട്ടിയെ നഴ്സിംഗ് പഠനത്തിന് അയച്ചതെന്നും ഇത്തരം വിവേചനവും പീഡനവും ഇനിയും ഉണ്ടാകാതിരിക്കാനാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ലക്ഷ്മണ പെരുമാൾ അറിയിച്ചു. കോളേജ് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ട 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. 1-ാം വർഷ വിദ്യാർത്ഥികളായ 6 ആൺകുട്ടികളെയാണ് 3-ാം വർഷ വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തിയിരുന്നത്. ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ഗാന്ധിനഗർ SHO നടത്തിയ അന്വേഷണത്തിൽ വിവേക്, രാഹുൽ രാജ്, ജീവ, സാമുവൽ ജോൺ, റിജിൽ എന്നീ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പിനായി കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.